ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ആശാരിപ്പണിയായിരുന്നു അയാൾക്ക്. തൃശ്ശൂരിലെ ഒല്ലൂരിലെ ഫർണിച്ചർ കടയിൽ ജോലി ചെയ്യുമ്പോൾ ക്യാൻസർ രോഗം പിടിപെട്ടു. തൃശ്ശൂരിലെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഓപ്പറേഷൻ തീയതിയെല്ലാം നിശ്ചയിച്ചു. എന്നാൽ സർജറിക്ക് മുമ്പ് സ്കാൻ ചെയ്തപ്പോൾ ഈ ട്യൂമർ കാണാനില്ല. തോമസ് എന്നാണ് ഈ ആശാരിയുടെ പേര്. എൗപ്രാസ്യമയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഈ അത്ഭുതകരമായ രോഗശാന്തിയെന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരി റോസി സാക്ഷ്യപ്പെടുത്തി. എൗപ്രാസ്യ എലുവത്തെങ്കലിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കാൻ വത്തിക്കാൻ അംഗീകരിച്ച അത്ഭുതമാണിത്. അവർ ജനിച്ചത് 1877, മരിച്ചത് 1952. എൗപ്രാസ്യയുടെ മാമോദിസ പേര് റോസ എലുവത്തെങ്കൽ എന്നായിരുന്നു. കർമ്മലീത്ത സന്യാസ സമൂഹത്തിലെ അംഗം, സീറോ മലബാർ സഭയിൽ നിന്നുള്ള വിശുദ്ധ. 2014 ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിൽ വെച്ച് വിശുദ്ധിയെന്ന് പ്രഖ്യാപിച്ചു. ഇരിങ്ങാലക്കുട രൂപതയിലെ കാട്ടൂരിൽ കത്തോലിക്ക നസ്രാണി കുടുംബത്തിൽ ജനിച്ചു. 9ാം വയസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിയ പ്രചോദനത്താൽ കന്യാസ്ത്രീയാകാൻ തീരുമാനിച്ചു. 1866 ചാവറിയച്ചനും ലിയോപോൾഡ് ബഖാറോയും സ്ഥാപിച്ച കർമ്മലീത്ത സന്യാസമൂഹം കൂനമ്മാവിൽ നടത്തിയിരുന്ന ബോർഡിങ്ങിൽ പഠിക്കാൻ പോയി. കന്യാസ്ത്രീയാകാനുള്ള അവളുടെ തീരുമാനത്തെ അപ്പൻ എതിർത്തു. എന്നാൽ അവളുടെ വാശിയാണ് വിജയിച്ചത്. 1900 മെയ് 24-ാം തീയതി നിത്യവ്രതം വാഗ്ദാനം ചെയ്തു. തൃശ്ശൂർ ജില്ലയിലെ ഉള്ളിൽ വെച്ചായിരുന്നു. നോയ്സ് മിസ്ട്രസ്സായി 9 വർഷം സേവനം ചെയ്തു. യേശുവിൻ്റെ തിരുഹൃദയത്തോട് അടുത്ത ബന്ധം പുലർത്തി. പ്രാർത്ഥിക്കുന്ന അമ്മ എന്നാണ് നാട്ടുകാർ അവരെ വിളിച്ചിരുന്നത്. ദിവ്യകാരുണ്യ സന്നിധിയിൽ ധാരാളം സമയം ചെലവഴിച്ചു. ഈ എൗപ്രാസ്യമ്മയെ വിശുദ്ധയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ കുർബാന മധ്യേ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, നമ്മുടെ നോട്ടം പ്രപഞ്ചത്തിൻ്റെ രാജാവായി ക്രിസ്തുവിൽ ഉറപ്പിക്കാൻ ഇന്നത്തെ ആരാധനക്രമം നമ്മെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ആമുഖ പ്രാർത്ഥന നാം ചൊല്ലിയതോർക്കുക. അവൻ്റെ രാജ്യം സത്യത്തിൻ്റെയും ജീവൻ്റെയും രാജ്യമാണ്, പരിശുദ്ധിയുടെയും കൃപയുടെയും രാജ്യമാണ്. അവൻ തൻ്റെ രാജ്യം സ്ഥാപിച്ചത് എങ്ങനെ? ഇപ്പോൾ അത് ചരിത്രത്തിൽ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെ? അത് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണ്? ഇവയൊക്കെ ഈ പ്രാർത്ഥനയിൽ കാണാം. ഇന്ന് നമ്മുടെ ചരിത്രത്തിൽ യേശുവിൻ്റെ രാജ്യം വരുന്നത് എങ്ങനെയെന്ന് വിശുദ്ധർ കാണിച്ചു തരുന്നു. ചെറുപ്രായത്തിൽ കൊന്ത ചൊല്ലുന്ന സമയമാണ്. ലുത്തിനിയായിൽ ഞാൻ ഇങ്ങനെ കണ്ടു മാലാഖമാരുടെ രാജ്ഞി. നാം അമ്മയോട് ചോദിച്ചു, എന്താണ് മാലാഖമാരുടെ രാജ്ഞി എന്ന് പറഞ്ഞാൽ? എൻ്റെ ചെറുമനസ്സിനോട് അമ്മ പറഞ്ഞു, മാലാഖമാർ എപ്പോഴും ദൈവസാന്നിധ്യത്തിൽ നിൽക്കുന്നു, രാജാധിരാജനെ ആരാധിക്കുന്നു. ആ രാജാധിരാജൻ്റെ അമ്മയാണ് മറിയം. അതിനാൽ അവൾ മാലാഖമാരുടെ രാജ്ഞിയാണ്. എന്തോ എനിക്കൊന്നും മനസ്സിലായില്ല. സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കിടന്നു. ഉറക്കം വന്നില്ല. പിന്നീട് എപ്പോഴും ഉറങ്ങിപ്പോയി. ആ സുന്ദരി വന്ന് എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, മാലാഖമാരുടെ ആദ്യ ഗായക സംഘത്തോടൊപ്പം നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഞാൻ ചോദിച്ചു, എങ്ങനെ? എനിക്കന്ന് 9 വയസ്സ് പ്രായം. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ആ സുന്ദരി പറഞ്ഞു, മഠത്തിലേക്ക് കൊണ്ടുപോകാൻ നീ നിൻ്റെ അപ്പനോടും അമ്മയോടും പറയുക. എൗപ്രാസ്യമ്മയുടെ കത്തുകളിൽ നിന്നാണ് ഞാനിത് വായിച്ചത്. മാർപ്പാപ്പ പറഞ്ഞ ആ സംഗതിക്ക് ഒരു കൺഫർമേഷൻ. എങ്ങനെയാണ് ദൈവത്തിൻ്റെ രാജ്യം ഇന്ന് ഭൂമിയിൽ വരുന്നത്? വിശുദ്ധരിലൂടെയാണ്. ഒരു രീതി വിശുദ്ധരിലൂടെ വരുന്നു എന്നുള്ളതാണ്. 9 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് കിട്ടിയ ദർശനം, അവൾ കത്തുകൾ എഴുതിയ സംഗതിയാണ് ഈ പറയുന്നത്. മാലാഖമാരുടെ രാജ്ഞി എന്നുള്ളതിന് എത്രയോ മനോഹരമായ വ്യാഖ്യാനമാണ് ഈ കത്തിനകത്ത് വിശുദ്ധ എഴുതി വച്ചിരിക്കുന്നത്. തൻ്റെ രാജ്യം ഇപ്പോൾ ഇവിടെ കൊണ്ടുവരാൻ എൗപ്രാസ്യമയെ കർത്താവ് തൻ്റെ അമ്മയെ വിട്ട്, മറിയത്തെ വിട്ട് വിളിപ്പിക്കുകയായിരുന്നു. ഇന്ന് നമ്മുടെ അടുത്തും ചിലപ്പം മറിയത്തെ വിട്ടോ മറ്റു വിശുദ്ധരെ വിട്ടോ കർത്താവ് വിളി നൽകുന്നുണ്ട്. ആ വിളി നമുക്ക് കേൾക്കണം. ചിലപ്പോൾ വചനത്തിലൂടെ വിളി നൽകും, ബൈബിൾ വായിക്കുമ്പോൾ, ചിലപ്പോൾ ചില വ്യാഖ്യാനങ്ങൾ വായിക്കുമ്പോൾ, ചിലപ്പോൾ നമ്മൾ ചില ടോക്കുകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തനിച്ച് മൗനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് എൻ്റെ ഊഴമാണ്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ, നമ്മൾ പറയില്ലേ സമൂഹത്തിന് മാറ്റമില്ല, സഭയ്ക്ക് മാറ്റമില്ല, സഭ നാശത്തിലേക്കാണ്. ഇങ്ങനെ എഴുതുന്നവർക്കൊക്കെ ചിന്തിക്കാവുന്ന ഒരു സംഗതിയാണ്. ഒരു പക്ഷേ എന്നിലൂടെ ആയിരിക്കും മാറ്റം. എന്നിലൂടെ, മറ്റൊരാളിലൂടെ എന്ന് വിചാരിക്കാതെ എന്നിലൂടെ, കർത്താവ് എന്നെയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്, നിയമിച്ചിരിക്കുന്നത് എന്ന് ചിന്തിച്ച് തുടങ്ങിയാൽ അവിടെയാണ് മാറ്റം വരുന്നത്. എൗപ്രാസ്യമയോടൊപ്പം ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന മറ്റു വിശുദ്ധരെ നമുക്ക് ഓർക്കാം. അഡൽഫുസ് ഓഫ് മെറ്റ്സ്, ഔദാസിയ ഓഫ് റോം, ആൽബറിക് ഓഫ് ബാഞ്ഞോ ദെ റൊമാഗ്ന, ബസിലിയ ഓഫ് സെർമിയം, ബ്രോണിസ്ലാവ ഓഫ് പോളണ്ട്,
Candida of Rome, Dominic Yeshayevsky, Edmund Rice, Edwold the Hermit, Euthemius of Perugia, Philippa Guidoni, Jean Jugan, John of Perugia, Louis Wolfi Huppi, Maximian of Vercelli, Medericus, Peter of Sassoferrato, Richard Herst, Sabine of Rome, Sabine of Troyes, Sansia, Shimkoviak, Sebe of Esse, Teresa Bracco, Veleicus, Veran of Mainz, Victor of La Hambo, Martes of Antioch, Nicephorus, Paul, Martes of Velianum, Repositus, Sator, Vitalis, martyred in the Spanish Civil War, Antonio Perez Vacas, Aquilino Pastor Ambeos, Blas, Jesus Barbanjo Gonzalez, Constantino Fernandez Alvarez, Francisco Monson Romeo, Jose Almunia Lopez Teruel, Joseph Maria Tarin Curto, Pedro Asua Mendia, Adelaide of Trebinitza, Beatrice of Nazareth, Ferdinando de Incapie, Flavian Michal Melki, Pietro Romero. സ്വർഗത്തിൽ നമ്മുടെ കൂട്ടുകുടുംബമാണ്. അവർ സ്വർഗീയ ആരാധനയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോഴെന്ന് വെളിപാട് പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. അവരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് വെളിപാട് പുസ്തകം 8-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെ വാക്കിൽ പറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നിടത്തൊക്കെ വിശുദ്ധർ കർത്താവിന് ചെയ്ത കാര്യം പ്രഘോഷിക്കണം, അവരുടെ ഓർമ്മയ്ക്കായിട്ട് പ്രസ്താവിക്കണമെന്ന് കർത്താവിൻ്റെ കൽപ്പനയുണ്ട്. മാർക്കോസ് 14:9. ഈ തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാം, വിശുദ്ധരോടൊപ്പം ആരാധനയിൽ പങ്കുചേരാം, വിശുദ്ധരാകാൻ മോഹിക്കാം, പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ വിശുദ്ധരുടെ ആ കൂട്ടത്തിലുള്ള ആരാധന സംബന്ധിച്ചുകൊണ്ട് നമുക്കും ഈ സ്വർഗീയ ആരാധനയിൽ ഇപ്പോഴേ പങ്കെടുത്ത് സ്വർഗത്തിലെ നമ്മുടെ വാസത്തിനുള്ള ഒരുക്കം, ഒരു പ്രൊബേഷൻ ആയിട്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഇപ്പോൾ തന്നെ മാറ്റുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.